തിരുവോണത്തിൻ്റെ അന്ന് രാവിലെ നമ്മൾ വാതിൽ തുറന്ന് നോക്കുമ്പോൾ ഈ പൂക്കളം കാണുമ്പോൾ കിട്ടുന്ന ഒരു ഫീല്, ആ ഒരു പോസിറ്റീവ് എനർജി, അത് അടിപൊളിയാണ്. അത് കഴിഞ്ഞിട്ട് നല്ല അടിപൊളി സദ്യ. ഇതിനിടയ്ക്ക് ഞങ്ങൾ അമ്പലത്തിൽ പോയി, അതിൻ്റെ വ്ലോഗ് ഞങ്ങൾ വേറെ ഇട്ടിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ പോകുന്നത് കായംകുളത്തോട്ട്, ലക്ഷ്മിയുടെ വീട്ടിലോട്ട്. അവിടെ ചെന്നപ്പോൾ ദേ മാവേലി. ആരാ? കായംകുളത്തോട്ടൊക്കെ മാവേലി ഈ ഓണത്തിൻ്റെ അന്ന് രാത്രി ഇങ്ങനെ വരും. നമ്മുടെ നാട്ടിലൊക്കെ ക്രിസ്മസ് അപ്പം മാത്രമേ രാത്രി വരാറുള്ളൂ. രാത്രി വരുന്ന മാവേലിനെ ആദ്യമായിട്ടാണ് കാണുന്നത്. കുറച്ച് പിള്ളേർ സെറ്റ് അടിപൊളിയായിട്ട് പോയി. ഇത് കണ്ട് പേടിച്ചിങ്ങനെ അവിക്കുട്ടനാണ് ഈ കാണുന്നത്. മാവേലി, ഇതാണ് മാവേലി. അത് കഴിഞ്ഞ് ഈ കായംകുളം കൊല്ലം ഭാഗത്തോട്ടുള്ള പ്രത്യേകതരം പരിപാടിയാണ് ഓണത്തിനുള്ള പടക്കം പൊട്ടിക്കൽ. പല വെറൈറ്റി സാധനങ്ങൾ ഞങ്ങൾ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. ഞങ്ങൾ അതിൻ്റെ അൺബോക്സിംഗ് ആണ് ഈ കാണുന്നത്. ഞങ്ങൾ വൈക്കംകാരൊക്കെ ഓണത്തിന് പടക്കം പൊട്ടിക്കാറില്ല, വിഷുവിന് മാത്രമേ പടക്കം പൊട്ടിക്കാറുള്ളൂ, പിന്നെ ദീപാവലിക്ക്. കായംകുളത്തോട്ട് വന്നപ്പോൾ ഇവരുടെ ഓണം സെലിബ്രേഷനും കാര്യങ്ങളൊക്കെ ഇത്തിരി കൂടി അടിപൊളിയായിട്ട് എനിക്ക് തോന്നി. എല്ലാവരും ഭയങ്കര വൈബാണ്. ഓണത്തിൻ്റെ അന്ന് നമ്മുടെ ഫാമിലി ഫുൾ ഒന്നിച്ച് കൂടുമ്പോൾ കിട്ടുന്ന ഒരു ഫീല്, ആ ഒരു സന്തോഷമാണ് ഓണത്തിൻ്റെ മാറ്റ് കൂട്ടുന്നത്. അവിക്കൂട്ടനാണെങ്കിൽ ഞങ്ങൾ വരുന്നതും കാത്തിരിക്കുമായിരുന്നു പടക്കം പൊട്ടിക്കാൻ. അവൻ കുറച്ചും കൂടി അഡ്വഞ്ചറസ് ആണ്, ഇതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പുള്ളീനെ ചലഞ്ച് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ പുള്ളിക്ക് അത് നേടിയെടുക്കാനുള്ളൊരു ത്വരയുണ്ട് കൊച്ചിലെ തൊട്ടേ. അവരെ നിപ്പ് കണ്ടില്ലേ? അതെ, ലച്ച പറഞ്ഞ കണക്ക് തന്നെ ഞങ്ങൾ ഈ ഗുണ്ടും കാര്യങ്ങളൊക്കെ മേടിച്ചുകൊണ്ട് വന്നത് തുറവൂരിൽ നിന്നാണ്. തുറവൂർ പടക്കം ഉണ്ടാക്കുന്ന സ്ഥലമുണ്ട്. നമ്മുടെ ഈ പറവൂരുള്ളവർ, നോർത്ത് പറവൂരുള്ളവർ തുറവൂരുമുണ്ട്. അവിടെ നിന്നാണ് മേടിച്ചുകൊണ്ട് പോകുന്നത്. തൊട്ടപ്പുറത്തെ പറമ്പിൽ പടക്കം പൊട്ടിക്കണമായിട്ട് വീഡിയോ എടുത്തിട്ട് ലക്കിക്ക് അറിഞ്ഞുകൂടല്ലോ നമ്മളിവിടെ എന്തൊക്കെയാണ് മേടിച്ച് വെച്ചേക്കുന്നത്. അങ്ങനെ ഞങ്ങളുടെ കായംകുളത്തെ ഫസ്റ്റ് ഓണം സെലിബ്രേഷൻ സ്റ്റാർട്ടായി. ഒരു കൊരോപ്പിൽ നിന്ന് ഞങ്ങളങ്ങ് തുടങ്ങി. ബാക്കി എല്ലാ കാര്യങ്ങളും അടുത്ത വ്ലോഗ്. നമ്മുടെ ലച്ചയുടെ കൈയൊക്കെ പൊള്ളി, അതെങ്ങനെയാണെന്നൊക്കെ ആ വീഡിയോ അടുത്ത വ്ലോഗിൽ കാണിക്കുന്നതായിരിക്കും.